ആര് ജഗജില്ല അവൻ ഗീത വീഴ്ത്തി. ഏതായാലും ഗീത ഒരു കാര്യത്തിൽ ഭാഗ്യവതിയാ. രണ്ടു വഴിയല്ലേ തുറന്നു കിടക്കുന്നത്, ഒന്നടഞ്ഞാലും മറ്റൊന്നുണ്ടല്ലോ. ബുദ്ധിയുള്ളവൻ അങ്ങനെടാ. അളിയാ നീ റൊട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ട്രാക്ക് മാറിയല്ലോടാ. ഇതാ ഷട്ടിൽ കോട്ടിലാവും. ഏത് ഒരു കോർക്കും 2 ബാറ്റും കേട്ടോ. എന്താടോ തനിക്കെന്ന് വേറെ പണിയില്ലേ? ഇങ്ങനെ മാറി എന്ന് കമന്റ് അടിക്കാൻ നാണൂല്ലേ? പോടോ ഔട്ട് ഔട്ട് ഔട്ട്. നീ വാഗീതേ ബോറന്മാര്. ഗീത ഫസ്റ്റ് ചെങ്ങിനിരുന്നു, ത്രില്ലിംഗ് ആയിരുന്നു. ഹായ്. നീ ഒരു ചതിയനാ. നീ കാരണം ഈ കോളേജിൽ എല്ലാത്തിനും മുന്നേ ഞാൻ ചീപ്പായി പോയത്. നിനക്കറിയാമോ എന്റെ ജീവിതം എടുത്താ നീ നോട്ട് സ്പോട്ടിൽ ഒട്ടിച്ചിരിക്കുന്നത്. അവരെല്ലാവരും എന്തിന്റെ പേരും ഒരു വൃത്തിയേട്ടോളായിട്ടാ നോക്കി കാണുന്നത്. You are a maniac. ഭ്രാന്തൻ. എന്നെ എങ്ങനെയെങ്കിലും വശത്താക്കണമെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. That's your only ambition in life. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത്രയും നാൾ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇപ്പൊ ഞാൻ പറയുന്ന കേക്ക്. ഞാൻ അജയെ പ്രേമിക്കുന്നു. അജയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. ഞങ്ങളുടെ റിയൽ ലവ് ആണെന്ന് പ്രൂവ് ചെയ്യിക്കും. ഞങ്ങൾക്കിടയിൽ വേറെ യാതൊരു പ്രോബ്ലം ഇല്ല. നീ മാത്രം ഇപ്പൊ ഞങ്ങളുടെ പ്രോബ്ലം. നീ ഇല്ലാതിരുന്നാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. ബിക്കോസ് ഐ ഹേറ്റ് യു. I really hate you. ഞാനല്ലേ നിന്റെ പ്രോബ്ലം. ഞാനില്ലെങ്കിൽ നീ ഒരുപാട് സന്തോഷിക്കുമല്ലേ? ഓക്കെ, ഇനി ഞാൻ നിന്റെ മുമ്പിൽ വരില്ല.
എനിക്ക് സ്നേഹസമ്മാനങ്ങളായി കിട്ടിയ എൻ്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം ഈ ഹോസ്പിറ്റൽ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിനെ ഞാൻ വെറുക്കുന്നു. ഐ ഹേറ്റ് ദിസ് ഹോസ്പിറ്റൽ. ആര്യ, You naughty. Hey. Hi. I'm Gladys. ഹായ്. Come, Gita. Come on, let's dance. Come, No, come, Ajay, I'm not coming. come, Please. come. വേണ്ട ഏയ് അജയ് സ്റ്റോപ്പ് ഇറ്റ് ഐ സേ രാത്രി ക്ലബിൽ എന്തായിരുന്നടാ? വല്ല പെണ്ണുങ്ങളെ കിസ് ചെയ്യാൻ നോക്കി അവർ വെറുതെ വിടുവോ? ഡാ, അവളെന്റെ ലവറാ. അത് ഞങ്ങൾക്ക് കൂടെ തോന്നണ്ടേ? ഹേയ്, ഇങ്ങനെയാണെങ്കിൽ നീ ഒരുപാട് പേരുടെ കോളറി പിടിക്കേണ്ടി വരും. ഞാൻ മാത്രമല്ല, നീ ഗീതയുടെ ലവറാണെന്ന് ഇവിടെ ഇനി ആരും വിശ്വസിക്കില്ല. ഡാ, അവൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ആ ആര്യക്കാരന കോളേജിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായത്. ഞാൻ ഗീതയെ ബലം പ്രയോഗിച്ച് കറക്കിയെടുത്താണെന്നല്ലേ അവൻ പറഞ്ഞു നടക്കുന്നത്. അവളാണെങ്കിൽ ഒരു ലവറെ പോലെ ബിഹേവ് ചെയ്യുന്നില്ല. ചെയ്യിക്കണം. കോളേജ് മൊത്തം അവളെന്നെ പ്രേമിക്കുന്നു എന്ന് അറിയണം. അതിനെന്തെങ്കിലും ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഡാ, ടൂർ പ്ലാൻ ചെയ്ത നടക്കേണ്ടത് നടന്നാലേ അവൾ എന്റെ ലൈനിൽ വരൂ. അതെ അണ്ണ, അങ്ങനെ ആയാലേ അവള് വാലാട്ടിക്കൊണ്ട് അണ്ണന്റെ കസ്റ്റഡിയിൽ വരത്തുള്ളൂ. അണ്ണ, ഗീതയെ സമ്മതിപ്പിക്കാൻ നോക്കിയോ? ബാക്കിയൊക്കെ ഞാൻ ഏറ്റിരിക്കുന്നു. അണ്ണ, അതാ ഗീത വരുന്നു. ഹായ് എവ്രിവൺ. എന്താ ഗീത, ഇന്നലെ നീ ക്ലബ്ബിൽ വെച്ച് അജയനെ തള്ളിയിട്ടെന്ന് കേട്ടല്ലോ. അജയ് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. എന്താ ബിഹേവ് ചെയ്താല്? എന്താ കിസ് ചെയ്യുന്ന പാവ? ഞാൻ നിന്റെ ലവർ ആയതുകൊണ്ടല്ലേ? അതോ അങ്ങനൊന്നും ഇല്ലേ? എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ നടിക്കുക. എന്താ അജയ് അങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണം? എന്താണ് ഇത്? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കിട്ട ആര്യ പറഞ്ഞതുപോലെ ആയില്ലേ? ആ വണ്ടി നോക്കിയിരിക്കുന്നുണ്ടോ? അവൻ കേട്ടാൽ ഇത് ആര്യയുടെ ചെവിയിൽ ഉടൻ എത്തിക്കും. നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിയാൻ കാത്തിരിക്കുക. അളിയ, നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയരുത്. അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ടൂർ പ്ലാൻ ചെയ്തത്. നമ്മുടെ ബാച്ച് കംപ്ലീറ്റ് ഉണ്ടാവണം. പിരിഞ്ഞു പോയ ജോഡികൾ ഒന്നു ചേരാൻ. ചേർന്നിരിക്കുന്ന ജോഡികൾ ഒന്നുകൂടെ ക്ലോസ് ആവാൻ. അജയും ഗീതയും തീർച്ചയായും ഈ ടൂറിൽ ഉണ്ടായിരിക്കുക തന്നെ വേണം. എന്ത് ടൂർ? ടൂർ എന്നാ ടൂർ. നോ ലെക്ചറേഴ്സ്, ഓൺലി ലവേഴ്സ്. ഞാനില്ല. കേട്ടല്ലോ, നല്ലോണം കേട്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ എവിടെ വരില്ലെന്ന്. നിങ്ങളുടെ ലവേഴ്സ് വരുന്നെന്താ? നിങ്ങളിൽ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ? ഏയ്, വിട്ടുകളടാ. എന്റെ ഒരു ഫേറ്റ്. നിന്നെ കോച്ച് വിളിക്കുന്നു. വേഗം വാ. കൊച്ചു വിളിച്ചില്ലേ? റേസിനൊന്ന് ഞാനൊന്ന് പോയി കോച്ചിനോട് പറഞ്ഞേക്ക്. അജയ്, അണ്ണാ, ഏയ്, ഏയ്, അജയ്, ഏയ്, അജയ്, ഏയ്, അജയ്. ഗീതേ, ദേ നോക്ക്, നീ അജയുടെ ഫ്യൂച്ചർ വെച്ചാ കളിക്കുന്നത്. എന്താ അജയ് ജയിക്കുന്ന ഗീതയ്ക്ക് അവർ ഇഷ്ടമല്ലേ? ഈ ഗെയിം മിസ്സായാൽ എന്താ നഷ്ടം അറിയോ? ഗീത, ദിസ് ഇസ് ടു മച്ച്. നീ കാരണം അവൻ ഇങ്ങനെയൊക്കെ ആയത്. ദേ അജയ് പോവാ, വിളിക്ക്. പ്ലീസ് ഗീത, വിളിക്ക്. അജയ്, എന്താ അജയ് റേസിൽ പങ്കെടുക്കാത്തത്? എന്താ നീ ടൂറിന് വരാത്തത്? ഞാൻ ടൂറിന് വരണം, അത്രയല്ലേ ഉള്ളൂ. ബട്ട് വൺ കണ്ടീഷൻ, അജയ് തീർച്ചയായിട്ടും റേസിൽ ജയിക്കണം. എടാ, ബദാമും പാലും ഉണക്ക